കോഴിക്കോട് മുക്കത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന് ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റു. മറ്റൊരു യുവാവിനോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാണ് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ അക്രമികൾ പണം തന്നില്ല എങ്കിൽ ദൃശ്യം നാട്ടിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സാനിയോ മനോമി വിവരങ്ങളുമായി ആദ്യം പ്രതികരണത്തിലേക്ക്. 18 റുപ്യ വേണമെന്നാ പറഞ്ഞത്. 18,000 റുപ്യ വേണം, ഇന്ന് തന്നില്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞ് തരണം എന്ന് എന്നോട് പറഞ്ഞേന്. അപ്പൊ അത് പിന്നെ ഓരോ കൂട്ടി അടിക്കുന്ന ആളുകൾ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അടിക്കുന്ന ആൾക്കാർ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. എന്താ ഈ വീഡിയോ പിന്നെ നാറ്റിക്കുന്ന് പറഞ്ഞത്, ഈ വീഡിയോ ഞാൻ പുറത്തേക്ക് വിടും അങ്ങനെയൊക്കെ പറഞ്ഞത്. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവാണ് എന്ന് പറയുന്നു. ആ യുവാവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. എന്തിനാണ് ഇയാളെ മർദ്ദിച്ചത്? ദൃശ്യങ്ങൾ പകർത്തിയ അക്രമികൾ ആരാണ് എന്നതിന്റെ വിവരങ്ങളുണ്ടോ? പോലീസ് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞോ? സ്മൃതി, ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ വളരെ ക്രൂരമായ ദൃശ്യങ്ങളാണ്. അതായത് ഈ യുവാവിനെ, മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന യുവാവിനെ കസേരയിൽ ഇരുത്തിയതിനു ശേഷം ക്രൂരമായി മർദ്ദിക്കുകയാണ്. 4-5 ആളുകൾ ചേർന്ന് അടിക്കുകയും മറ്റും ചെയ്യുകയാണ്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു യുവാവിനോട് മോശമായി പെരുമാറി എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാവുന്നത്. മാത്രവുമല്ല, മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ഈ ആളുകൾ എടുക്കുന്നുമുണ്ട്. എടുത്തതിന് ശേഷം പറഞ്ഞത്, ഈ വീഡിയോ ഞങ്ങൾ പുറത്തുവിടും, ഇല്ലെങ്കിൽ 18,000 രൂപ നീ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദനം എന്ന് പറയുന്നു. ഏതായാലും ഈ വീഡിയോ ഇപ്പോഴാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാനാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ കൊണ്ടുപോയാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ശേഷം പരിക്കേറ്റെങ്കിലും യുവാവ് പറയുന്നത് താൻ പോലീസിൽ പരാതി നൽകാത്തതിൻ്റെ കാരണം ഇവരെ ഭയന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനും ഒരു മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നയാൾ, അയാളെയാണ് ഇത്തരത്തിൽ ക്രൂരമായി 5 പേർ ചേർന്ന് മർദ്ദിക്കുന്നത്. ഈ 5 പേരുടെ ബന്ധുക്കൾ ഒക്കെ എവിടെയുണ്ടോ? തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്ന ആളാണോ? മർദ്ദിച്ചു എന്ന് പറയുന്നത് ഈ മർദ്ദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു യുവാവിനെ ഈ യുവാവിനോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാണ് മർദ്ദിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല, ആരോടും അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്നാണ്. പക്ഷേ മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ മർദ്ദിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ 5 പേരുടെയും മുഖം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുത്താൽ തന്നെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ എളുപ്പത്തിലാക്കാനും കഴിയും. ശരി സാനിയോ, ഇതിൽ പോലീസ് ആ നടപടിയിലേക്ക് വേഗം കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.